ഇനിയും വരും നാളെ മറുപടിക്ക് നാളെ വെറുതെ വരും. ഇവര് വന്നിന്റെ മുറാദ് മനസ്സിലാക്കി ചോളി. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിലുണ്ട്, കാഫിറും മുസ്ലിമും നബി നിങ്ങൾ കേൾക്കുന്നതാണ് കറാമത്തിന്റെ ബാബിലല്ലേ, നീ കാഫിറിന് കറാമത്തുണ്ട്. ഇത് കറാമത്തിന്റെ പേരിലുള്ള കേൾവിയുടെ ചർച്ചയല്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കണ്ട എല്ലാ കാഫിറുകളോടും വിളിച്ച് പ്രാർത്ഥിക്കാനാണോ? എങ്കിൽ ഉള്ള ആളെ തങ്ങൾക്കുള്ള പ്രത്യേകത എന്താ? മമ്പർ തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത എന്താ? ഒരു കേൾക്കുന്നവന്റെ കറാമത്തിന്റെ ബാബിലല്ലേ? അബൂജഹലിന്റെ കറാമത്തോ? അതാ പറയുന്നത് മരിച്ചവർ കേൾക്കുമെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു ഭാഗമുണ്ട്. അത് എവിടെയെന്നറിയോ? ഒന്ന് കാഫിർ കേൾക്കണം എന്തിനാ? അവർക്ക് ഇങ്ങനെ സന്തോഷം കൊടുക്കാൻ, ഇസ്തിഹാസക്ക് സഹായം ചെയ്യാനല്ല, അവന്റെ മനസ്സിന് ഒരു കുത്തൊടുക്കാനാ, അനുഭവിക്കണമെന്ന് പറയാൻ. അതേസമയം ഇസ്തിഹാസ ചെയ്താൽ, വിളിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലാഹ് പറയാണ് മരിച്ചോനും കേൾക്കൂല, ജീവിച്ചിരിക്കണവനും കേൾക്കൂല. സൂറത്തുൽ ഫാത്തിർ 14-ാമത്തെ ആയത്ത്. അതുപോലെ ഈസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കണ മനുഷ്യനാ. ഈ ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് കയ്യ ഞാൻ അറിഞ്ഞിട്ടില്ലാന്ന് റബ്ബേ നീയാണ് അറിയുന്നവെന്ന്. അതുകൊണ്ട് മനസ്സിലാക്കി ചോളി, മരിച്ചവർ കേൾക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അസിൽ കേൾക്കൂല എന്നുള്ളതിന് ഇസ്തിസ്നയുണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചവർ കേൾക്കൂലെന്ന അടിസ്ഥാനം. എന്നാൽ ചിലത് കേൾക്കും. അത് ഏതാണ്? ഉള്ളാൾ തങ്ങളോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നല്ല. പിന്നെ ഒന്ന് കേൾക്കുന്നു പറഞ്ഞത് ഹദീസിൽ എല്ലാവരും ഇബ്നുത്തിർജിമാറിലെ ചെരുപ്പടിയുടെ ശബ്ദം ആര് കേൾക്കും? മരിച്ചവന് കേൾക്കും. അത് കറാമത്തിന്റെ കേൾവിയല്ല. അത് കാഫിറും കേൾക്കും, മുസ്ലിമും കേൾക്കും. നിങ്ങൾ വാദിക്കുന്നത് കറാമത്തിന്റെ കേൾവിയാണ്. അങ്ങനെ കറാമത്ത് കൊണ്ട് കേൾക്കുന്ന സാഹചര്യമില്ല. മുഅ്ജിസത്ത് കൊണ്ട് കേൾക്കുന്ന ഒരു പ്രത്യേക കേൾവിയില്ല. സാധാരണ അല്ലാഹ് എല്ലാവർക്കും അനുവദിച്ചൊരു കേൾവിയുണ്ട്. അത് മരിച്ചവർ കേൾക്കൂല എന്നതിന് എതിരല്ല. കേൾക്കൂല എന്ന് പറഞ്ഞത് അല്ലാഹ് കേൾക്കുമെന്ന് പറഞ്ഞത്. ഇസ്തിസ്നാ എന്ന് പറഞ്ഞ മസല ഉസൂലിക്ക് പഠിച്ചിട്ടില്ലേ? ആമും ഖാസും പഠിച്ചിട്ടില്ലേ? ഈ ആമും ഖാസിലും ഇസ്തിസ്ന പറഞ്ഞതാണ്. കേൾക്കൂല എന്നാരാ? അല്ലാഹ്. കേൾക്കുന്നു പറഞ്ഞത് ആരാ? അല്ലാഹ്. കേൾപ്പിക്കൂല എന്ന് പറഞ്ഞത് അല്ലാഹ്. കേൾപ്പിക്കുമെന്ന് പറഞ്ഞത് അല്ലാഹ്. കേൾപ്പിക്കുമെന്ന് പറഞ്ഞതിൽ ഉള്ളാളത്തെ കറാമത്തല്ല. അബൂജഹൽ അടക്കമുള്ള കാഫിർ